കൈരളി റിപ്പോർട്ടർ സുലേഖ ശശികുമാറിനെതിരെ ബിജെപി അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറിന്റെ അധിക്ഷേപത്തിനെതിരെ വ്യാപക പ്രതിഷേധം. രാജീവ് ചന്ദ്രശേഖർ മാപ്പ് പറയണമെന്ന് മന്ത്രി വി ശിവൻകുട്ടി ആവശ്യപ്പെട്ടു. ആഗ്രഹിക്കുന്നില്ല. ഞങ്ങൾ ഇനി പറയുന്ന കാര്യങ്ങളെല്ലാം ഇനി 2 ദിവസം പറയും. നിങ്ങളോട് ആരാ പറഞ്ഞു? അല്ല, നിങ്ങളോട് ആരാ പറഞ്ഞു? ഈ അല്ല പറയൂ, അത് നിങ്ങളുടെ ഏത് ചാനലാണ്? മതി അവിടെ ഇരുന്നാ മതി. നിന്നാ മതി അവിടെ. ചോദിക്കരുത്, നിങ്ങൾ ചോദിക്കരുത്. ഇല്ല, ഞാൻ മറുപടി തരില്ല. തിരുവനന്തപുരത്തെ ബി.ജെ.പി. കൗൺസിലർ തിരുമല അനിൽ ആത്മഹത്യ ചെയ്തതിനെക്കുറിച്ചുള്ള കൈരളി ന്യൂസിന്റെ ചോദ്യത്തിനാണ് രാജീവ് ചന്ദ്രശേഖർ അധിക്ഷേപം നിറഞ്ഞ പരാമർശം നടത്തിയത്. റിപ്പോർട്ടർ സുലേഖ ശശികുമാറിനെ നീ എന്ന് വിളിച്ചായിരുന്നു രാജീവ് ചന്ദ്രശേഖറിന്റെ ആക്രോശം. കാണിച്ചു തരാം എന്ന ഭീഷണിയുമുണ്ടായി. രാജീവ് ചന്ദ്രശേഖർ മാപ്പ് പറയണമെന്ന് മന്ത്രി വി ശിവൻകുട്ടി ആവശ്യപ്പെട്ടു. മകളുടെ പ്രായത്തിലുള്ള മാധ്യമപ്രവർത്തകയോട് രോഷാകുലനായി നീ എന്നൊക്കെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുന്ന നിലയിലാണ് ബി.ജെ.പി. സംസ്ഥാന പ്രസിഡന്റ് സ്വീകരിച്ചത്. അത് വളരെ തരംതാണു പോയി. അവരവരുടെ ജോലി ചെയ്യുന്നു, പരസ്യമായി മാപ്പ് പറയുകയാണ് ചെയ്യേണ്ടത്. രാജീവ് ചന്ദ്രശേഖറിന്റെ ഭീഷണി വിലപ്പോവില്ല എന്ന് CPIM നേതാവ് എളമരം കരീം പറഞ്ഞു. ആരായാലും അവർക്ക് ഇഷ്ടമില്ലാത്ത ചോദ്യങ്ങൾ വരുമ്പോൾ മാധ്യമപ്രവർത്തകരെ വ്യക്തിപരമായി അധിക്ഷേപിക്കുന്നത് ഒരിക്കലും ന്യായീകരിക്കാൻ പറ്റില്ല. മാത്രമല്ല, ഒരു ഭീഷണി സ്വരത്തിൽ അദ്ദേഹം സംസാരിച്ചു. അതേസമയം തിരുവനന്തപുരം മേയർ ആര്യ രാജേന്ദ്രന്റെ പോസ്റ്റ് വൈറലാണ്. 100 കണക്കിന് ലൈക്കും ഷെയറും കമന്റുകളുമാണ് പോസ്റ്റിലേക്ക് പ്രവഹിക്കുന്നത്. സുലേഖ ശശികുമാറിനെതിരായ രാജീവ് ചന്ദ്രശേഖറിന്റെ ഭീഷണിയിൽ വലിയ തോതിലുള്ള പ്രതിഷേധവും സമൂഹമാധ്യമങ്ങളിൽ ഉയരുകയാണ്. ന്യൂസ് ഡെസ്ക്, കൈരളി ന്യൂസ്.